മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ്. ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഒരുപാട് സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി മുന്നേറുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ ഒരു കാരണം പറയാനാണ് പറഞ്ഞത്. അനുമോൾ ആദ്യം തന്നെ പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും അറിയാം. നമ്മുടെയൊക്കെ പലരുടെയും പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ അക്ബർ പറഞ്ഞതുപോലെ ഞാനും ഒരു എൻ്റർടൈനർ ആകണമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല എനിക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയും, സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ദേഷ്യം വന്നാൽ നമ്മളത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് അനുമോൾ പറയുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമുക്ക് ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മനസ്സിനൊരു ധാരണയുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ കാണുന്നതാണ്. എന്താണെങ്കിലും ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ ഫാമിലിനെ നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി 10 ദിവസമാണെങ്കിലും 15 ദിവസമാണെങ്കിലും ഞാനിവിടെ പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതെനിക്ക് സന്തോഷമില്ലെങ്കിൽ പോലും ഞാനിവിടെ പിടിച്ച് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നതാണ് അനുമോൾ പറഞ്ഞത്. അനീഷേട്ടൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ ഒരു യാത്രയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കഠിനമായ യാത്രയായിരുന്നു. ഞാൻ 1 ലക്ഷം കണ്ടു വന്നപ്പോൾ ഇവരൊരു 2 ലക്ഷത്തിൻ്റെ മടങ്ങുള്ള കഠിന യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനിവിടെ പരമാവധി ആളുകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരുമായിട്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഉറങ്ങാറുള്ളൂ. പിന്നെ കൃത്യസമയത്തിന് ഞാൻ കിടന്നുറങ്ങും. അതൊരു ഔഷധം തന്നെയാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ. പിന്നെ ഞാൻ എന്നോട് തന്നെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. നെവിൻ പറഞ്ഞത്, ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഞാനിവിടെ കടന്നു പോയിട്ടുള്ളത്. പല നോമിനേഷൻ വരുന്ന സമയത്തും എൻ്റെ ഭയം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാറില്ല. ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. 8 പ്രാവശ്യമാണ് ഞാനിവിടെ നോമിനേഷനിൽ വന്നത്. പക്ഷേ എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഫേക്കായിട്ട് നിന്നിട്ടില്ല. ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് കുക്കിംഗ് ഒക്കെ പഠിക്കാൻ പറ്റി. ഞാൻ എന്താണെങ്കിലും ഇവിടെ റിയലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് സമ്മർദ്ദത്തിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഷാനവാസ് പറഞ്ഞിരുന്നത്, ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടല്ല വന്നത്, ഒരാഴ്ച കൊണ്ട് ഞാനിവിടെ പഠിച്ചു. കളം അറിഞ്ഞ് കളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതിനനുസരിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. ദൗത്യം എന്താണോ അത് ലക്ഷ്യം കാണുന്നത് വരെ പൊരുതുക എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഒരു പ്രശ്നമാണെങ്കിലും ശരി, അത് ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അനീഷിൻ്റെ കരിങ്കല്ല് പോലെ ഉള്ള ഹൃദയം ഞാൻ കുത്തിപ്പൊട്ടിച്ച് അതിൽ സ്നേഹം നിറയ്ക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അക്ബർ പറഞ്ഞത്, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫണ്ണി ക്യാരക്ടറുമായിട്ട് പോകണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ, മാനസിക സമ്മർദ്ദം എനിക്കുണ്ടായിട്ടുണ്ട്. ആരും എന്നോട് അങ്ങനെ സംസാരിക്കാൻ പോലും വരാറില്ല. ഞാൻ അങ്ങനെ ഒരുപാട് തവണ ഞാൻ ബാത്റൂമിനകത്ത് പോയി കരഞ്ഞിട്ട് വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആദിൽ പറഞ്ഞത്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഒറ്റപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ശൈത്യമുണ്ട്. അതേപോലെ വേറൊരാളെയും കൂടെ ഞാൻ ഫ്രണ്ടായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ അധികം ആരെയും ഉള്ളിലേക്ക് എടുക്കരുതെന്ന് എനിക്കൊരു മാനസിക സമ്മർദ്ദം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഞാൻ ആരെയും ഫ്രണ്ട്ഷിപ്പായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സാബുവാൻ പറയുന്നുണ്ട്, എനിക്കെപ്പോഴും പോസിറ്റീവ് ഒരു വൈബാണുള്ളത്. അടി ഉണ്ടാക്കാനൊന്നും എനിക്കൊരു വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ ഡ്രാമ കാണിക്കാനും എനിക്ക് താല്പര്യമില്ല. ഓരോ നോമിനേഷൻ കഴിയുമ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ആൾക്കാർ ജെന്യുവിനായിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഇവിടെ അടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഞാനിവിടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നൂറ് പറയുന്നുണ്ട്, ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഞാനും കടന്നു വന്നു പോയത്. ഒരുപാട് ആൾക്കാരെ കാണാനും പറ്റി. പിന്നെ എൻ്റെ മൈൻഡിൽ ഒറ്റ ചിന്ത മാത്രം, എൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ, ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എനിക്ക് മാത്രമാണ് കഴിയുള്ളൂ. അതിന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കണം. എന്നോട് തന്നെ എനിക്ക് സംസാരിച്ചാൽ മാത്രമാണ് എൻ്റെ സ്ട്രെസ്സ് കുറയുള്ളൂ. പിന്നെ എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരാളെ കട്ട് ചെയ്യാനും അറിയാം. അതേപോലെ തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇനി ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് തന്നെയാണെന്ന് നൂറ പറയുന്നുണ്ട്.